ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ മാൽദീവ്സിലാണ്. മാൽദീവ്സിൽ മാലെ സിറ്റിയിലാണ് ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാലെ സിറ്റി മൊത്തം കവർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്തൊരു ഐലൻഡിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ? ഞങ്ങൾ ഇന്നലെ രാത്രി നമ്മുടെ വിഷ്ണു ചേട്ടനോടൊക്കെ ബൈ പറഞ്ഞ് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു അഡ്രസ്സും ഇല്ല, വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് വന്ന കേട്ടോ വഴിയാ. അപ്പോൾ നമുക്ക് വിഷ്ണു ചേട്ടന് ഏറ്റില്ലേ 9 മണിയായി സമയം, എണീറ്റിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചേട്ടനെ ഒന്ന് തപ്പിയിട്ട് വേണം ഇന്ന് മാലെ സിറ്റി മരണപ്പെട്ടവരുടെ ഒരു സ്ഥലമുണ്ട്, സുനാമി വന്നപ്പോൾ സുനാമി പോയിന്റ് അവിടെ പോകണം. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുണ്ട്, മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ പണിത് കൊടുത്ത ഹോസ്പിറ്റൽ, അതും നമുക്ക് കാണണം. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇന്ന് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആ ബെൽ ബട്ടൺ കൂടി അമർത്താൻ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ 2 പേരുടെയും ഇൻസ്റ്റാഗ്രാം ID നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വിഷ്ണു ചേട്ടനെ കിട്ടുന്നില്ലല്ലോ, സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. എടാ സൈറിനടിക്കും, ഇവിടെ കിടന്ന് മൊത്തം കാറി പൊളിക്കും കേട്ടോ. അത് 8ന്റെ പണി കിട്ടും, പിന്നെ തുറക്കാതെ വരും. വിഷ്ണു ചേട്ടനും പിന്നെ തുറക്കാൻ പറ്റാണ്ടാവും. വിഷ്ണു ചേട്ടനെ കാണുന്നില്ലല്ലോ ഗൈസ്. മതിയെടാ, ഇവിടെ ഇല്ല എടാ, ഉള്ളിലില്ല. ഇത്രയും നമ്മൾ കൊട്ടിയില്ലേ, ചേട്ടൻ ഇവിടെ ഇല്ല, ഉണ്ടാവില്ല, പണിക്ക് പോയിട്ടുണ്ടാവും. ഇതൊക്കെ ഇതാണ് സ്റ്റെപ്പ് കേട്ടോ. നമുക്ക് താഴേക്ക് ഇറങ്ങിയാലോ മോനെ? അപ്പം ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി കേട്ടോ. വിഷ്ണു ചേട്ടനെ കാണുന്നില്ല. അപ്പം ഇനി എടാ ഒന്ന് മാറിക്കൊടുക്കടാ. ഇതാണ് നമ്മുടെ സ്വിഫ്റ്റ്. ഫുഡ് എന്തൊക്കെയോ ഉണ്ട്, ലഡു ഒക്കെ, വലിയ ലഡു. ഇവിടെ മെയിൻ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഉള്ളവർ പറഞ്ഞ ഒരു അറിവാട്ടോ ഞങ്ങൾക്ക്. കഴിക്കാം അല്ലേ, പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, എന്നാൽ കഴിക്കാം. അതായത് ഇവിടെ കള്ളന്മാരുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കര എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ശല്യമൊന്നുമല്ല, എന്നാലും ചെറിയ രീതിക്കൊക്കെ ഉണ്ടോ. ഒരു വണ്ടി നോക്കി ചെറിയ രീതിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഇത് ശ്രദ്ധിച്ചോളുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ പറഞ്ഞുള്ള കേൾവിയുള്ളൂ, ഞങ്ങൾക്ക് അനുഭവമില്ല. വയറൊന്ന് മാറ്റി പിടിച്ചേ. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം കേട്ടോ. വണ്ടികൾ എങ്ങനെ പോകണമെന്ന് ഒരു സൈഡ് ഫുള്ള് പാർക്കിംഗ് ആണ്, ഇത് ഫുള്ള് 1 വേ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേറെന്താ മോശം ഞാൻ പറയാൻ വന്നേ, ഇങ്ങനെ കയറി നിന്നോളൂ വണ്ടി വരുമ്പോൾ, അതേ രക്ഷയുള്ളൂ. പിന്നെ ഇവിടെ ഈ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട്. ഔട്ടറിൽ കൂടി മാത്രം നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വഴികളാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് വഴി തെറ്റിയാൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വെച്ച് പിടിക്കുക. അപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് എത്തും. അങ്ങനെ ഹൈവേയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കട്ടെ, പിന്നെ നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കാവുന്നതുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാട്ടോ. അപ്പോൾ അതേ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ, ചിക്കൻ റോള്. എങ്ങനെയുണ്ടാ? ചിക്കൻ ഉണ്ടോ? ചിക്കൻ ഉള്ളിലേക്ക് എത്തിയില്ല എന്നാ. ഇത് നമ്മുടെ നാട്ടിലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പം ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. 35 രൂപ അല്ലേ? 35 രൂപ. 35 എന്നാണ് ഇവിടുത്തെ ഭാഷയിൽ പറയുക കേട്ടോ. എന്തായാലും അങ്ങനെ പുള്ളി പറഞ്ഞേ. കടല കണ്ടു, എവിടെ ചെന്നാലും കടലാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് നടക്കാം. വഴി തെറ്റുമെന്ന് ഓർത്ത് പേടിക്കണ്ട. കടലിന്റെ ആ ഒരു ഇത് വെച്ചൊക്കെ നടക്കാം. ഒരു ദിക്ക് നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ ഔട്ടറിൽ കൂടി നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോവാ. ഇന്നലെ ഞാൻ ഔട്ടർ നമ്മൾ 4 റൗണ്ട് ഇറങ്ങിയില്ലേ? അതെ, 5 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്ന് നമ്മൾ ഇന്നലെ കണ്ട ഫുഡ് കോർട്ടിൻ്റെ അടുത്തെത്തി. ഇതാ ഇന്നലെ കണ്ട സാധനം. ഇതെന്തുവാണ് ഇത്? മോട്ടോളിൻ്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഏതാ വണ്ടി? ഏതാ ഇത്? ഞാൻ ഇതിൻ്റെ ചുറ്റും ഒന്ന് നടക്കട്ടെ. ഇത് ഏതാ ബ്രാൻഡ്? ഏതാ ഇതോ? ഇത് ഏത് ബ്രാൻഡാന്ന് എനിക്കറിയില്ല. ഇത് നോക്ക്, മേളിലൊക്കെ കിളിയൊക്കെ. ഇതെന്തിനും കംപ്ലൈൻ്റ് ആയിട്ട് നിർത്തിയിട്ടേക്കുന്നതാണോ? ഇവിടെ പാർക്ക് ചെയ്തിട്ട് എടുക്കാതെ. ടയറിൻ്റെ ഒക്കെ വലിപ്പം നോക്കല്ലേ. ഇത് ബേക്കിലുണ്ടോ നോട്ടെ കമ്പനി. ഓട്ടോ പെയിൻ കമ്പനി ഒന്നുമില്ല. എൻ്റെ മോനെ, അതിൻ്റെ സൈലൻസർ നോക്കിയേ. ഇതിൽ കൂടി നടക്കാൻ പോലും പറ്റില്ല, അത്ര സൗണ്ടായിരിക്കും.
സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കേട്ടോ. ഇതൊക്കെ കസ്റ്റം ചെയ്ത വണ്ടികളാണോ? ഇവിടെ ഒന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് നോക്കി. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ എവിടെ പോയാലും ഇതേപോലെ പൈപ്പുകൾ കാണാം കേട്ടോ. അതായത് ഈ പൈപ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇവനെന്താ ഇവിടെ പരിപാടി? ഈ പൈപ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ഇവിടെ ഓരോ കൺസ്ട്രക്ഷൻ വർക്ക് അങ്ങനെ ഓരോ വർക്കുകളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ആ വർക്കുകളുടെയൊക്കെ വേസ്റ്റ് വെള്ളം നേരെ കടലിലേക്കാണ് പോകുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പാണ് കേട്ടോ ഇത്. മോശേ എന്താ പരിപാടി? ഞാൻ ഈ പള്ളി നോക്കി, ഇതൊരു പള്ളി. ഇവിടെ ഇതാ നമ്മൾ ഇന്നലെ രാത്രി വന്ന ഫുഡ് കോർട്ട് ഇതല്ലേ 24 hours ഫുഡ് കോർട്ട്. ഇതുണ്ടായിട്ടാണ് നമ്മൾ അവിടുന്ന് ചായ കുടിച്ചത്. അല്ല, ഇവിടെ എനിക്ക് ബിരിയാണി അങ്ങനത്തെ രാവിലെ തന്നെ ബിരിയാണി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടെ. ഓ ഇത് നോക്കിയേ, നമുക്കൊന്ന് കയറി നോക്കാം. ഇത് നോക്കിയേ, ഒരു പള്ളി മോസ്ക് ഉണ്ട് കേട്ടോ. വൈവ നമുക്ക് സുനാമി പോയിന്റിൽ പോയിട്ട് വരാം. ശരിക്കും ഇന്ന് നമ്മളെ മാലിയിൽ തേരാപ്പാരയാണല്ലോ ദൈവമേ, അല്ലേ? ഇത് നോക്കിയേ, ബൈക്ക് പാർക്കിംഗ് ആട്ടോ. എന്തോരം വണ്ടിയെന്ന് നോക്കിയേ. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറുകളേക്കാൾ കൂടുതൽ ബൈക്കാട്ടോ. അല്ല, ബൈക്കല്ല, സ്കൂട്ടർ. ഇതുണ്ട്, ഇതൊക്കെ നമ്മുടെ യമഹ റേ ഒക്കെ ഇരിപ്പുണ്ട്. ഈ സാധനം നമ്മുടെ അവിടെ ഉണ്ട്, ഹോണ്ടയുടെ. നമുക്ക് അപ്പുറത്തെ സൈഡിലല്ലേ? അതാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ. നമുക്ക് അവിടെ പോയിട്ട് വന്നാലോ? വെയിൽ കൂടുന്നതിന് മുമ്പ് എന്നാ അങ്ങോട്ട് പോയിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്നതാ കടലിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അത് നോക്കിയേ, ഇതെന്താ പണിയുന്ന പാലാണ്. ഇതെന്ത് ലഗേജ് ഒക്കെ കൊണ്ടുവരാം. ലഗേജ് കൊണ്ടോ? ബോട്ട് പോകണുണ്ടോ അതിന്? സ്പീഡ് ബോട്ട്. ഈ കാണുന്ന പാലം കണ്ടോ? ഇത് നമ്മുടെ ഇന്ത്യ പണിയുന്നതാട്ടോ. അതായത് ഇവിടെ ഇപ്പോൾ ഈ പാലം വരുന്നത് 3 ഐലൻഡുകളെ ഒന്ന് ചേർക്കുന്ന ഒരു പാലമാണ്. അതെ അതെ, വേറെ ഐലൻഡ്. ഇതൊക്കെ വെള്ളത്തിന്റെ കളർ നോക്കിയേ, അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അല്ലേ? അതായത് ഇന്നലെ ഈ ലൈറ്റ് കളർ കാണുന്നില്ലേ, ഇത് ആഴം കുറവും, ആ ബ്ലൂ കാണുന്നത് ഭയങ്കര ആഴമാണ്. അതെ അതെ. രാവിലെ എല്ലാവരും ഇത് അങ്ങോട്ടാ പോണത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ? നമ്മുടെ നാട്ടിലെ റോട്ടിലുള്ള പോലെ തിരക്ക് അല്ലേ? എന്തോരം ബോട്ടാണ്, ഫുള്ള് ബോട്ട്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളൊരു ഫ്ലൈറ്റിന്റെ സൗണ്ട് പോലെയുണ്ട് അല്ലേ? ഓരോ സ്പീഡ് ബോട്ടുകൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ഇവിടെ നമ്മുടെ സുനാമി ബിന മൈസാൻ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് സുനാമി ഒന്ന് മരിച്ചവരുടെ പേരിലുള്ളൊരു സ്മാരകമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് തെങ്ങൊക്കെ നട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഞാനൊന്ന് കാണിച്ചു തരാവേ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സുനാമി പോയിന്റ്. ഇവിടെയൊക്കെ ഫുള്ള് ബോട്ടുകൾ തന്നെയാണ് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് സുനാമി പോയിന്റ്. ഇത് നോക്കിയേ, അതാ മരിച്ചവരുടെ പേരിലുള്ളൊരു സ്മാരകം, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. സംഭവം എന്തായാലും അത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ തെങ്ങുകൾ നട്ടിട്ടുണ്ട്. ഇതൊക്കെ മണലിൻ്റെയൊക്കെ കളർ നോക്കി, വൈറ്റ് കളർ. ഇതൊക്കെ എന്താണെന്നറിയോ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പിക്കപ്പുകൾ ടാക്സി വിളിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ള വണ്ടികളാട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോ ഐലൻഡുകളിലേക്ക് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകണം, കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള സാധനങ്ങൾ. അങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഇവരെ ഇവിടുത്തെ വന്നിട്ട് ഇവരുടെ അടുത്ത് പറയും ഇന്ന സാധനങ്ങൾ കൊണ്ടുപോകണം, എത്ര രൂപയാവുമെന്ന് ചോദിക്കും. എന്നിട്ട് ഇവരൊരു വാടക പറയും. ആ വാടക പൈസ മേടിച്ച് അവർ നമുക്ക് പറ്റുന്ന വാടകയ്ക്കാണെങ്കിൽ നമ്മൾ അവരെയും വിളിച്ച് അങ്ങ് പോകും. അതാണ് ഈ ഒരു സംഭവം കേട്ടോ. ദോസ്തും പിക്കപ്പൊക്കെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ആ റോബിൻസൺ ചേട്ടൻ്റെ അവരൊക്കെ പിള്ളേർ അതിവിടെ അല്ലടാ, അതപ്പുറത്ത് അവിടെയാണ് കളിച്ചത്. അത് പക്ഷേ വേറൊരു കാര്യം എന്താണെന്നറിയോ? അപകടവും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്ന ഓർത്ത് പേടിക്കണ്ട. തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഉള്ളിലേക്ക് കയറി കിടക്കും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അതെ അതെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന ഒരു ഏരിയ അത്. കാക്ക വരെ ഉണ്ട്. പിന്നെയല്ലേ ഇതേ കാക്ക പറക്കണം. ഇവിടെ വന്നിട്ട് ഇനി ബീച്ചിൽ കൂടി നടക്കാൻ പറ്റിയില്ല എന്നുള്ള പ്രശ്നം നടക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലാട്ടോ. ഇതാണ് നമ്മൾ ആ ചേട്ടന്മാരെ കണ്ട സ്ഥലം. ഇവിടുത്തെ ഞങ്ങളിവിടെ കാണിക്കാനുള്ള കാരണം രാത്രി നമുക്ക് കറക്റ്റ് കാണാൻ പറ്റിയില്ല. ഇത് കണ്ട് ഈ കല്ല് വെച്ച് ഇങ്ങനെ തിരിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്കാണ് ശരിക്കും കടൽ വരുന്നത്. അവിടുന്ന് ആഴമുണ്ട്. അതായത് ആ കമ്പ് കുത്തിയേക്കുന്നുണ്ടല്ലേ, ആ കമ്പ് കുത്തിയേക്കുന്ന ചെറിയൊരു സ്ക്വയർ രൂപത്തിലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നല്ല ആഴമുണ്ട്. അവിടെ മാത്രം വെള്ളത്തിനൊരു കളർ മാറിയേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അതായത് അവിടുന്ന് തിരയടിക്കുന്ന വെള്ളം ഇങ്ങോട്ട് കയറും, അതേപോലെ ഈ വെള്ളം അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെയാണ് കേട്ടോ. ഇത് കണ്ടോ വേറെ സെറ്റപ്പ്. ഇവിടെ വന്ന് കുളിക്കുന്നവർക്ക് ഉപ്പുവെള്ളം കഴുകി കളയണമല്ലോ, അതിന് വേണ്ടി ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പാണ്. അത് പൊളിച്ചേട്ടോ. ഇതിൽ വെള്ളം ഉണ്ടെന്നുള്ളതാണ് വേറെ ടെസ്റ്റ്. ഇതേക്ക് വെള്ളം ആവശ്യത്തിന് ഞങ്ങൾ കാലൊക്കെ ഒന്ന് കഴുകി. ഇത് കൊള്ളാമല്ലേ മോസേ? ഇത് അടിപൊളി കേട്ടോ. ബീച്ചിൽ കളിക്കുക, ഇവിടെ വന്ന് കുളിക്കുക, പോവാം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കിങ് അലി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു കേട്ടോ. രാജാവിൻ്റെ സ്മാരകത്തിൻ്റെ മുമ്പിലാണ്. ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു മരവും കാര്യങ്ങളൊക്കെ ചേർന്ന് ഫുള്ള് ഹിസ്റ്ററിയും കാര്യങ്ങളാണ് കേട്ടോ ഇതിന് ചുറ്റും എഴുതി വെച്ചേക്കുന്നത്. ഇതങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? പഴയ ഖബർസ്ഥാനാണിത് അല്ലേ? കണ്ട ആ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട് പണ്ട് എങ്ങനെയാണ് ഇരുന്നതെന്നുള്ളത്. അതേപോലെ തന്നെ ഇതാ ഇവിടെ ഇപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഗൈഡ് മറ്റേ ഞങ്ങള് വിഷ്ണുചേട്ടനെ തപ്പി റൂമിലൊക്കെ പോയി, ഒരു വിവരമില്ല. ഞങ്ങൾ അവിടെയൊക്കെ കേറി കഥകളൊക്കെ കുറെ പൊട്ടി അവിടെ. ഇതേ നമ്മുടെ ഈക്കോ പോണ്. ഈക്കോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ കാണുന്നത്. ബാക്കി എല്ലാത്തരം നമ്മുടെ നാട്ടിലെ അധികം വണ്ടികളില്ല. സ്കോർപ്പിയോ ഉണ്ട്, ഈക്കോ ഉണ്ട്, നമ്മുടെ സ്വിഫ്റ്റ് ഉണ്ട്, അങ്ങനെ 1-2 വണ്ടികൾ കേട്ടോ. ഞങ്ങളിതാ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ചിക്കൻ ഫ്രൈ ഉണ്ട്, ഇതെന്തോ സാധനം അറിയില്ല കേട്ടോ, ബീഫിൻ്റെ എന്തോ ആണ്. അതേപോലെ അയല ഇത് കണ്ടോ. പിന്നെ നമ്മുടെ തമിഴ്നാട് ബിരിയാണി ഉണ്ട്, മുട്ടക്കറി ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. മീൻകറി ഉണ്ട്. ഇത് കണ്ടോ ചോറ് വെച്ചേക്കുന്നുണ്ട് ഇവിടെ. ഇതെല്ലാം എല്ലാവരും തമിഴാ? തമിഴ്നാട്ടിലെങ്ക സേലം. പേര് ശരി. അപ്പൊ ഇത് സാധാ ചോറാട്ടോ ഇവിടെ. പുള്ളി ബംഗ്ലാദേശിൽ നിന്ന് വന്ന കേട്ടോ. യുവർ നെയിം പ്ലീസ്? ബിലാൽ. ബിലാൽ ജോൺ കുരിശിക്കൽ. ഇവിടെ കൂടുതൽ തമിഴ്നാട്ടുകാരാട്ടോ. ഉള്ളിൽ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ വന്ന ദിവസം ഒന്നും മലയാളികളെ ഒന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. പക്ഷെ ഇന്നതേ വേറൊരു മലയാളി ചേട്ടൻ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് മുജീദ്. ഞാൻ ഇവിടെ ഒരു STO ഗവൺമെന്റ് ഓഫീസിൽ ഫോർമാനായിട്ട് വർക്ക് ചെയ്യുന്നു. തിരുവനന്തപുരംകാരനാട്ടോ. ശരിയതാ. അപ്പൊ ഞങ്ങളിത് ഇവിടെ മോസസ് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാണ്. എന്ത് സാധനമാടാ നീ? ആണോ? എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ടെന്ന് പറ. നല്ല കിടിലം ബിരിയാണി അല്ലേ? അതായത് സൂപ്പർ തമിഴ്നാടൻ ബിരിയാണി. നല്ല എരിവ്, പുളി, എല്ലാ ടേസ്റ്റും ഉണ്ട്. പക്ഷേ ചിക്കൻ ദമ്മിൻ്റെ പീസ് വേണമെങ്കിൽ ദമ്മിൻ്റെ കിട്ടും, ഫ്രൈൻ്റെ വേണമെങ്കിൽ ഫ്രൈൻ്റെ കിട്ടും, ഒരു മുട്ടയുണ്ടാവും. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഹോട്ടലാട്ടോ. നോക്കിയേ, എല്ലാം തമിഴ്നാട്ടുകാർ, മലയാളികൾ, അങ്ങനെ തന്നെയാണ് കേട്ടോ. സൂപ്പർ ഫുഡ് അല്ലേ? അടിപൊളി ബിരിയാണി, തമിഴ്നാടൻ ബിരിയാണി, ഒന്നും പറയാനില്ല അല്ലേ? ബിരിയാണി. ഓക്കെ ബൈ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ചിക്കൻ വേണമെങ്കിൽ ദമ്മിൻ്റെ ചിക്കൻ വേണമെങ്കിൽ ദമ്മിൽ ഇതിൽ ഫ്രൈ ചെയ്ത് നമ്മൾ കടയൊന്ന് കാണിച്ചു തരാം കേട്ടോ. അണ്ണാ പേരെന്നാ? പേര് ഇലിയാസ്. എങ്ങേരുന്ന് പറയാ? തമിഴ്നാട്, ചിദംബരം, നിയർ പാണ്ടിച്ചേരി. പോണ്ടിച്ചേരിക്കാരനാട്ടോ. എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കഴിച്ച ഹോട്ടൽ ഇതാട്ടോ, ഇഷാൻ കഫേ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടെ നല്ല ദോശ, ഇഡ്ഡലി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടും. എവിടെ? ആ ചേട്ടൻ്റെ തലയിൽ ഒരു പ്രാവ്. വണ്ടികൾ അങ്ങോട്ട് പോയില്ലെങ്കിലേ, അല്ല പോയാലേ വണ്ടികൾ വന്നിടിക്കും. ഇതുണ്ടോ? കാണുന്നുണ്ടോന്നറിയില്ലേ? ഇതുണ്ടോ പ്രാവ് ഇരിക്കണതൊക്കെ? പുള്ളി ഫോണിൽ കളിക്കുക. അപ്പോൾ പുള്ളിൻ്റെ ഫോണും നോക്കിയിരിക്കുക. അത് കൊള്ളാം. പുള്ളി ഫോൺ കളിക്കുമ്പോഴേ പുള്ളിയുടെ ഫോണും നോക്കിയിരിക്കുക. കുത്തൊന്നുമില്ല, പാവാ. ഇപ്പൊ വരും. നീ കയ്യിൽ തീറ്റ ഉണ്ടാനേ വന്നേ. അതിന്റെ ചുണ്ട് നോക്കല്ലേ? ജിൻസേ, നമ്മളിനി പോകുന്നത് അതായത് IGMS ഉണ്ട്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് 1995 നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഗിഫ്റ്റ് കൊടുത്ത ഹോസ്പിറ്റലാണ്. 300 ബെഡിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ അന്ന് എന്താ പറയുക, ഇവിടെ എനിക്ക് തോന്നുന്നത് 40-60 അങ്ങനെ എന്തോ ഒരു ടേംസ് ഉണ്ട്.
40% ഇന്ത്യക്കാരും 60% ഇവിടുത്തെ ആളുകളും. 40% ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റൽ കാണാനാണ് പോകുന്നത്. അതായത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. അതൊക്കെ ശരിക്കും നമുക്ക് ഒരു അഭിമാനമാണ്. നമ്മുടെ നാട്ടിലൊരു പ്രധാനമന്ത്രിയുടെ പേരിലല്ലേ ഒരു ഹോസ്പിറ്റൽ മറ്റൊരു രാജ്യത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതും ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാടാ ജിൻസേ. ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. 300 ബെഡ്. പിന്നെ ഒരുപാട് മലയാളി നഴ്സുമാർ ഇവിടെ ഉണ്ട്. ഒരു മലയാളി നഴ്സിൻ്റെ ഭർത്താവാണ് കേട്ടോ അത്, ഷിൻഡോ ചേട്ടൻ. മറ്റുള്ള 2-3 മലയാളി നഴ്സുമാരുടെ ഭർത്താക്കന്മാർ നമ്മളിവിടെ ഇന്നലെ തൊട്ടുള്ളത്. നമുക്ക് ആ ഹോസ്പിറ്റലിൽ ഒന്ന് കാണാം. ജിൻസേ, ഇതാണ് നമ്മൾ പറഞ്ഞ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. മാലേ സിറ്റി ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇത് ഭയങ്കര വലുതാ. ഇതിന്റെ അപ്രാവശ്യമാണ് നമ്മൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി. അപ്പം 300 ബെഡിൻ്റെ കേട്ടോ. അതായത് ഓൾമോസ്റ്റ് ഈ മാലേ ഐലൻഡ്സിലുള്ളതിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. 1995 നോക്കണം. നമുക്കൊക്കെ 2-3 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. 3 വയസ്സ്. അയ്യടാ, നിനക്ക് 40 വയസ്സായില്ലേ? ഇതൊക്കെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. ഒരുപാട് മലയാളി സ്റ്റാഫുകൾ. നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങാൻ പറ്റുമോ നോക്കാം. സമ്മതിക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അല്ല, ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട്. ഇതുണ്ടോ വീൽ ചെയർ? അതെ, ഫുള്ള് ബ്ലോക്കായി. എല്ലാവരും ഓണടിക്കും. ഇതാണ് ഇവിടെ നല്ല എൻ്റെ മോനെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലേ? നീ എടുത്തോ, അതൊക്കെ എടുത്തു. ഇതുണ്ടോ നല്ല വൃത്തിയിലേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ കയറി വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട് ഇവിടെ. നല്ല ഹോസ്പിറ്റൽ. ഇത് ഹൈറ്റ് മേലോട്ട് അങ്ങനെ ഒരുപാടുണ്ട്. ജിൻസേ, ഇതുണ്ട്. ഇത് IGMHന്റെ നമ്മളിപ്പോൾ കയറി ഇറങ്ങി വന്ന ബ്ലോക്ക്. ഇത് ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ ഇവരുടെ തന്നെ ആയിട്ട് പുതിയ ബ്ലോക്ക് പണിതാണ് ഇവിടുത്തെ ഗവൺമെന്റ്. അതുണ്ട്. അവിടെ സ്കെൽട്ടൺ ഒക്കെ ഇരിക്കുന്നുണ്ടോ? അവിടെ അസ്ഥി കൂടി ഇരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ടാവും. മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി. അപ്പൊ എന്താ വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ടാവും ചിലപ്പോൾ അതിൻ്റെ കൂടെ മെഡിക്കൽ സ്റ്റുഡൻസ്. അപ്പൊ ഇത് നല്ല സെറ്റപ്പാണ്, അടിപൊളി. പക്ഷെ എങ്ങനെയാണേലും ചുറ്റും കടലാ. അവിടെയൊക്കെ കടലാ. ഈ കളർ ഇല്ലേ? ഇതാണ് ഇവിടുത്തെ നഴ്സുമാരുടെ യൂണിഫോം. പൂക്കള്. പക്ഷെ നല്ല എൻ്റെ മോനെ നല്ല ജിൻസേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആശുപത്രി അല്ലേ? ഹോസ്പിറ്റൽ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏതോ നഴ്സ് ഇവിടെ കൊണ്ട് നട്ടതാ. നമ്മുടെ നാട്ടിലെ സാധനം ഇത് അല്ല. ഇത് മറ്റേ സാധനം എന്താ ഈ മഞ്ഞച്ചെടി ഉണ്ടല്ലോ, ഇതെങ്ങാനും പറമ്പിൽ കയറി ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട. ഇവിടുത്തെ ആളുകൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. ഇവിടുത്തെ ആളുകൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. ആസ്റ്റർ, മണിപ്പാൾ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെയാ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ, ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഒരു ഹോസ്പിറ്റൽ, അത് നമുക്ക് അഭിമാനിക്കാം. അതെ അതെ. പിന്നെ ഇതിലെന്താ പറയാ, 60% നമ്മുടെ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ 90% ഇന്ത്യക്കാരിൽ 90% മലയാളികളാണ് നഴ്സുമാർ. ബാക്കിയുള്ളവർ ഇവിടുത്തെ. പക്ഷെ എന്തായാലും നമുക്ക് ഫ്രണ്ട് വ്യൂ ഒന്നും കൂടി കാണിച്ചാലോ? ഫ്രണ്ട് അടിപൊളിയാ. നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ എങ്ങനെയാ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനൊക്കെ? എങ്ങനെയാ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ? നമ്മൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് ഫോൺ വിളിച്ചിട്ട് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും പനിയൊക്കെ ആയിട്ട് നമ്മൾ വന്നു നോക്കി നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ബുക്കിംഗ് ടൈമും പിന്നെ ദിവസമൊക്കെ പറയും. വരാൻ പറ്റുള്ളൂ, ഡോക്ടറെ കാണാൻ അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വന്ന വഴി തന്നെ എല്ലാം ചെയ്യാൻ നമ്മുടെ നാട്ടിലെ പോലെ പറ്റില്ല. ഓൾറെഡി ഇപ്പൊ നമുക്കൊരു ഇന്നിപ്പോ എനിക്ക് പനിയാണ്, പനിക്കുള്ള മരുന്ന് അത്യാവശ്യം തന്നു വിടും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പൊ ഞാൻ എനിക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി അല്ലാണ്ട് കൺസൾട്ടേഷൻ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബുക്ക് ചെയ്തിട്ട് ആ ഡോക്ടറെ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ സെയിം അങ്ങനെ തന്നെയാണ്. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യണം. എമർജൻസി ആയിട്ട് നമ്മൾ കാഷ്വാലിറ്റി പോകുന്നു, അവർ താൽക്കാലിക മരുന്ന് തരുന്നു, പിന്നെ പോകുന്നു. ഇവിടെ ഏകദേശം അതുപോലെ തന്നെ. എന്തായാലും അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലമാണ്. നല്ല സെറ്റാണ്. ഹോസ്പിറ്റൽ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ്, നല്ല സുഖമാണ്. ചേച്ചി എങ്ങനെ പറയും ഇവിടെ വർക്ക് ചെയ്യുന്നതിനെ പറ്റി? ചേച്ചിയുടെ അഭിപ്രായം നല്ല സുഖമല്ലേ? നമ്മുടെ നാട്ടിലേക്കാളും സുഖമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ടൈമും പിന്നെ ഈ വെള്ളി ശനിയൊക്കെ ഓവർ ഡ്യൂട്ടി ഒക്കെ എടുത്താൽ നല്ല പൈസയാണ്. ഡബിൾ ഡ്യൂട്ടിയാണ്. അതെ, ഇവിടെ അങ്ങനെയൊക്കെയാണ്. അടിപൊളിയാണ്. ഇതുണ്ടോ നിലം? എന്നാ ഭംഗിയാ നോക്കി. ഇത് ചെറിയ ചെറിയ പൊടി കല്ലുകളില്ലേ? നമ്മുടെ മൊസൈക്ക് അല്ലല്ലേ? മൊസൈക്ക് ഒന്നും അല്ല. ഇത് കല്ല് ഒട്ടിച്ചിട്ട് അതിന്റെ പുറത്ത് ഗം ഒഴിച്ചേക്കുന്നതാണ്. ഫുള്ള് കല്ല. ഞാൻ ആദ്യം മൊസൈക്കാന്ന് വിചാരിച്ചു. നോക്ക് ആ ഒരു ഷേപ്പ് പോലെ നല്ല നല്ല സുഖമുണ്ടാ. അടിപൊളിയായിട്ടുണ്ട്.
മാലദ്വീപിയൻ ATM അല്ലേ? മുൻവശം കേട്ടോ, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. ഇതാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മുൻവശം. ബാങ്ക്സിന്റെ ഒരു ATM ഉണ്ടോ അവിടെ? ഇതുണ്ടോ, ഇതിങ്ങനെ മേലോട്ടുണ്ട് കേട്ടോ. വെയിലായതുകൊണ്ട് ഒന്നും കാണില്ല, നല്ല വെയിലാട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇവിടെ ഈ ഗ്യാപ്പിൽ വെച്ചിട്ടൊക്കെ കാണിച്ചാലേ മനസ്സിലാവും. വണ്ടിക്കാരൊന്നും തട്ടുന്നോട്ട് പേടിക്കണ്ട കേട്ടോ. അയ്യോ ചിന്ന ചേട്ടാ, ഇവിടുത്തെ നേഴ്സുമാരുടെ ഡ്യൂട്ടി ടൈം ഒക്കെ എങ്ങനെയാ? ഇപ്പൊ ഡ്യൂട്ടി ഇവിടെ 3 ഷിഫ്റ്റ് ഉള്ള 3 ഷിഫ്റ്റ് രാവിലെ ഇപ്പൊ 7:30 ഒരു ഷിഫ്റ്റ്, അത് 3:30 ഇറങ്ങാം. വൈകിട്ട് 3:30 വൈകിട്ട് 3:30 കയറുന്ന ആൾക്കാർക്ക് വൈകിട്ട് 11:30 ഇറങ്ങാം. 11:30 നൈറ്റ് കയറുന്ന ആൾക്കാർക്ക് രാവിലെ 7:30. 3 ടൈം അല്ലേ? 8 മണിക്കൂർ ഡ്യൂട്ടി. അതിൽ ഒരു 1 hour അവർക്ക് ബ്രേക്ക് ടൈം ഉണ്ട്. 6 ദിവസം അതിലൊരു ദിവസം ബ്രേക്ക് ഉണ്ട്. 2 ദിവസം ഓഫ് ഉണ്ട് ശരിക്കും. ഒരു ദിവസം എങ്ങനെ മസ്റ്റ് അവർക്ക് കിട്ടും, 2 ദിവസം കിട്ടും മസ്റ്റ്. പിന്നെ വെള്ളി ശനിക്ക് എടുക്കുകയാണെങ്കിൽ ഡബിൾ ഡ്യൂട്ടി. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് മാലയിൽ പരിചയമുള്ള ആരെയൊക്കെ കമന്റ് ഇടുകയാണെങ്കിൽ ആ സ്ഥലം നമ്മൾ പോയി കാണിക്കുന്നതായിരിക്കും. നമുക്ക് അറിയാവുന്നേ നമുക്ക് ഇവിടെ ഗൈഡോ ട്രാവൽ ഏജൻസി ഒന്നുമില്ലല്ലോ. നമ്മളാണ് ഏജൻസി, നമ്മളാണ് ട്രാവലർ, നമ്മളാണ് എല്ലാം. ഇന്ന് നമ്മുടെ ഷിൻഡോ ചേട്ടൻ ഉണ്ട്. ഷിൻഡോ ചേട്ടൻ നമ്മുടെ ഏജൻസി ഉണ്ട്. പക്ഷെ ഷിൻഡോ ചേട്ടൻ ഇവിടെ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ എന്ന് പറഞ്ഞേ. ഷിൻഡോ ചേട്ടൻ എത്ര നാളായി ഷിൻഡോ ചേട്ടൻ ഇവിടെ വന്നിട്ട്? 6 മാസമായി. അപ്പൊ ഇനി നമുക്ക് തിലുപുഷി. ഇതാണ് മാലദ്വീപിന്റെ ഇമിഗ്രേഷൻ കാർഡ്. നമുക്കൊന്നുമില്ല ഗൈസ്, ഞങ്ങൾ പാവങ്ങൾ. മുതലാളി എന്താ തൊഴിലാളി? എന്തല്ലേ ഇന്നലെ ഇത് നമ്മള് രാവിലെ കണ്ടു. ഞങ്ങൾ ഇതിലെ വന്നു രാവിലെ. എടാ ചേട്ടാ, അല്ല എടാ ജിൻസേ, ഒരു പ്രത്യേക തരത്തിലുള്ള ചേട്ടൻ എന്നെ മുതലാളി നിന്നെ തൊഴിലാളിയാക്കി. അവർ കഴിയില്ലല്ലോ നമ്മുടെ ഇത് അല്ലേ? ഞാനിങ്ങനെ ആലോചിക്കേ, എന്തറിഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഒരു 5 മിനിറ്റ്, അതാണ് തെറ്റിദ്ധാരണയാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ പറയുന്ന ഡയലോഗ് കേട്ടിട്ട് നമ്മള് അങ്ങനത്തെ ആളാണെന്ന് വരുത്തി തീർക്കുക. എന്താലേ? ഇപ്പൊ നമുക്ക് എത്രയോ പേർക്ക് അറിയാലോ, നമ്മള് എത്ര കാലമായി കൂട്ടുകൂടി നടക്കുന്നു, എലിയൊക്കെ പോകുന്നു. IGM ഹോസ്പിറ്റലിന്റെ മലയാളികൾക്ക് ഇന്ത്യൻ മണി അല്ലല്ലോ കിട്ടുക, MVR തന്നെ. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളവരാണ് ഉണ്ണിച്ചേട്ടന്റെ മോളും ഉണ്ട്. നമുക്ക് പോവാ. എവിടെ വേണം പോവാ. അതെ. അപ്പൊ നമ്മള് ഇന്ന് ചേച്ചി ഡ്യൂട്ടിക്ക് പോയപ്പോ ചേട്ടനും കൊച്ചുമായി മോശേ ഉണ്ടമ്പരും ചായ മേടിച്ചേരുന്ന വാഗ്ദാനം ഒക്കെ തന്നിട്ടുണ്ട്. ആണോ? അതൊരു സ്കൂളാട്ടോ അങ്ങോട്ട് ഇതില്ലേ. നമുക്ക് ആദ്യം അല്ല നമ്മുടെ ഷിൻഡോ ചേട്ടൻ എവിടെ താമസിക്കുന്നത്? ആണോ? മോശേ വണ്ടി നോക്കി ക്രോസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ. അങ്ങനെയല്ലടാ, വണ്ടിക്കടി കിടക്കും. അങ്ങനെയല്ല, ഇവിടുത്തെ വണ്ടികളൊക്കെ കണ്ടോ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത. എന്താ പറയാ, ടൊയോട്ടയുടെ വണ്ടിയുണ്ട്, ജീപ്പ്, നിസാൻ ഉണ്ട്. ഇത് നമ്മുടെ ഇവിടെ ഇല്ല. ഇത് നമ്മുടെ ഇവിടെ ഇത് കസ്റ്റം ചെയ്താ പെയിന്റ് ഒക്കെ ടച്ചപ്പ്. അതാ സ്വിഫ്റ്റ്. അതാ ഈക്കോ ഉണ്ട്. ഈക്കോ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. അത് ഫിറ്റുന്നുണ്ട്. മറ്റേ വണ്ടി ഞാൻ കണ്ട്. ഈ നിസാന്റെ വണ്ടി നമ്മുടെ നാട്ടിലുള്ള. ഇത് വാൻ ലൈഫിന് പറ്റിയ സാധനം. പിന്നെ അതെന്നറിയോ, നിസാൻ മൈക്കർ ഉണ്ട്, ഇഗ്നിസ് ഉണ്ട്, സ്വിഫ്റ്റിന്റെ ടൈപ്പ് 1, ടൈപ്പ് 2, 3 ഒക്കെ ഉണ്ട്. റിറ്റ്സ് ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓട്ടോമാറ്റിക് ഉള്ളൂ ഇവിടെ. 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ അല്ലേ? ഫസ്റ്റ് സെക്കൻഡ് ഇടാൻ സമയം ഉണ്ടാവില്ല. ഇവിടെ പരിപാടിയെല്ലാം കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. ഇവിടെ ഫുട്ബോൾ അങ്ങനെയുള്ള അകത്തൊരു ഇൻഡോർ സ്റ്റേഡിയം ക്ലീൻ ചെയ്യുന്നുണ്ടോ? കറക്റ്റ് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന്റെ ഒരു കാരണം അതാണ് കേട്ടോ. അത് മിനിസ്ട്രിയുടെ ഒരു ബിൽഡിംഗ്. മിനിസ്ട്രിയുടെ അല്ലേ? ഇതാ ബെൻസിന്റെ അത് പോട്ടെ. സി ക്ലാസ്. എടാ ഇവിടെ ചൈന മാത്രമല്ല, ഇന്ത്യ ഒരുപാട് സാധനങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ പാർക്കില്ലേ, ഈ പാർക്ക് ഇന്ത്യ ഉണ്ടാക്കി കൊടുത്താണ്. അപ്പൊ ഇന്ത്യ മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഷിൻഡോ ചേട്ടൻ ഇവിടെ എക്സസൈസ്. ഇതൊരു ജിമ്മാണ്, ജിം പാർക്ക് അല്ലേ? ഓപ്പൺ ജിം ആയിരിക്കും. ഓപ്പൺ ജിം ഇതുണ്ടോ? സെറ്റപ്പാ. മോസസ് പോയി. മോസസേ, നിന്റെ തടി പറഞ്ഞ വീട്ടിൽ ചെല്ലുമ്പോ നീ ആരാന്ന് ചോദിക്കും. അതാണ് ഇപ്പൊ പട്ടിണി എടുത്തോന്നാ. ഇന്ത്യന്റെ കൊടിയില്ലേ? നമ്മുടെ ഫ്ലാഗ് നോക്കി ഇറങ്ങില്ലേ? താഴെ പോടാ. എല്ലാത്തിലും
നമ്മുടെ ഫ്ലാഗ് ഉണ്ട് കേട്ടോ, മാൽദീവ്സിൻ്റെ ഉണ്ട്, അതേപോലെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട്. ഇതുണ്ടോ ഇന്ത്യൻ ഫ്ലാഗ്, ഇതിലൊക്കെ ഫ്ലാഗ് ഉണ്ട്. നോക്കി പെണ്ണെ ഏതിലാ കയറുന്നേ? ഇതെന്താ സാധനം അറിയാം ജെയിംസേ? പാർട്ട്ണർ. ഇതെന്താ സാധനം അറിയോ? ഏത്? ഇത് അനിയൻ്റെ ജിമ്മിലുണ്ട്, നമുക്ക് ഏകദേശം അറിയാം. ഇങ്ങനെ മാറുന്നു. വേണ്ട റിസ്ക് എടുക്കണ്ട. പിന്നെ ചെസ്റ്റിന് കളിക്കാണ്ടാ. ഇതൊരുമാതിരി ബെഗിളി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാ കണ്ടോല്ലേ? അല്ലടാ, ഞാൻ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. അത് ശരി, കാണിക്കുന്നല്ലേ? അല്ല, എൻ്റെ അനിയന് ജിമ്മുണ്ട്, പക്ഷെ നമ്മള് പോകില്ല ചെയ്തിട്ട് ഇനി പോലീസുകാരും പിടിക്കും. ഒരു പോലീസുകാരൻ കൊണ്ട് പോലീസുകാരൻ പോണ്. നമുക്ക് പുള്ളീൻ്റെ കൂടെ പോയൊരു സെൽഫി എടുത്താലോ? ഓ ഇങ്ങനെ ആടുവോ? സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നു ഇവിടെ തന്നെ അല്ലേ? ഇവിടെ തന്നെ. അതേപോലെ നമ്മുടെ ഡിപ്പോ പോലെ. ഈ സാധനം കുറേ ഉണ്ട് കേട്ടോ എല്ലായിടത്തും. നല്ല സാധനം അല്ലേ? നമുക്ക് തെരണ്ടി കാണാൻ ചായ ഉണ്ടമ്പരി ചായ 1 കിലോമീറ്റർ നടക്കണം അല്ലേ? എന്നാ ചായ ഉണ്ടമ്പരിയും കഴിച്ചിട്ടാവാം. നാട്ടിലെ നല്ല ഉണ്ടാ മോശ ഇത് കണ്ടാണ് മലയാളി കടയാ? മോശേ പോലീസ് വണ്ടി കിടക്കണം നോക്കിയേ. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ. എനിക്കൊരു കരിക്കോളം. കരിക്കെത്ര ഇവിടെ? കരിക്കെത്രയാട്ടെ? കടിയുള്ള ഉണ്ടംപൊരി, പക്ഷെ ചെറുതാ, വലിപ്പമില്ലല്ലേ? വലിപ്പം കുറവാണ്, എന്നാലും എല്ലാവിധ കടിയുണ്ട് കേട്ടോ. സമൂസയുണ്ട്. ഇത് പരിപ്പോടെയാണോ? അല്ല, എല്ലാത്തിക്കൂട്ടും നോക്കാം അല്ലേ? ഇതായിരിക്കുന്നുണ്ട് ഉണ്ടംപൊരി. ഇത് വഴുതനങ്ങത്തോര പിസ്സ. ഇത് ഉണ്ടംപൊരിയാ? എടുക്കാവോ? നമ്മളെ നാട്ടിൽ സെയിം പോണ്ട. ഇത് കണ്ടോ ഉണ്ടംപൊരി ഉണ്ട്. ഇതെന്താ സാധനം? ഇതോ ഉണ്ടാ. ഇത് നമ്മുടെ സമൂസ. എങ്ങനെ? മീനാണോ? മീൻ ഫില്ല്. ചായ കൂടി കഴിഞ്ഞാൽ എന്തോ ട്രഡീഷണൽ ആന്ന് പറഞ്ഞ. എന്ത് പൊടിയത്? തല ഇറങ്ങോ? മധുരത്തിൽ ഒരു മണം. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കും അല്ലേ? ഇത് എങ്ങനെയാ വെറുതെ മെഴുകാവോ? അറിയത്തില്ല. അല്ല, എനിക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടോ, ഞാൻ ആദ്യമായിട്ടല്ലോ ഇവിടെ ഇരുന്ന്. വേണ്ട, ഒരു പരീക്ഷണം ഉണ്ട്. ചിലപ്പോൾ പൂസ ഇവിടെ ഇരുന്നാലോ? ഇല്ല, കഴിച്ചിറങ്ങിയോ? ഓ എന്റെ മുഖത്ത് മുഴുവനായി. ഗ്രാമ്പു. ഇത് ഗ്രാമ്പു. ഇത് നമുക്ക് വേണ്ട. ഇത് കോംപ്ലിമെന്ററി അല്ലേ? എല്ലാ കടയിലുണ്ടോ? അതിനുണ്ട്. നാ ചുമക്കോ? ഒന്നുമില്ല. ഇല്ല. ഇത് വേണോ? അത് തിന്നോ? ഇത് നീ ഇവിടെ തിന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല. തിന്നണോ നമ്മളോട് ചോദിക്കുക. എങ്ങനെയുണ്ട് മോശേ? ഉണക്കടക്ക നാട്ടിൽ വെറുതെ അടക്ക ചവയ്ക്കുന്ന പോലെ തന്നെ. പക്ഷെ പൊടിക്ക് മധുരമുണ്ട്. നമ്മുടെ നാട്ടിൽ മറ്റേ മുറുക്കുമ്പോൾ ഞാൻ ബലിയാട്. ഇവിടുത്തെ പോർട്ടിന്റെ ഗേറ്റ് ആണ്. ഗേറ്റ് നമ്പർ 3. കണ്ടെയ്നറൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ? ദൂരം കണ്ടെയ്നർ. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ അതിന്റെ സെക്ഷൻ തന്നെ കേട്ടോ. എന്തായാലും ഉണ്ടംപൊരി നൈസാട്ടോ. ഇതാണ് മാലെ കസ്റ്റംസിന്റെ മെയിൻ എൻട്രി. കസ്റ്റംസ് അല്ല, പോർട്ടിന്റെ കൊമേഴ്ഷ്യൽ ഹാർബർ. ഇവിടെയാണ് കസ്റ്റംസ് ചെക്കിംഗ് എല്ലാം ഉള്ളത്. കസ്റ്റംസിന്റെ ബിൽഡിംഗ് അതല്ലേ? നമ്മള് മോശേ ആദ്യ ദിവസം നമ്മൾ നടന്നില്ലേ, അവിടെ എത്തി നമ്മള്. അതെ, ആ മീൻ മാർക്കറ്റിന്റെ അവിടെ. അതെ. ചെറിയ ഗ്യാപ്പിലും കൊണ്ടുപോയി വണ്ടി വെക്കൂലേ? ഒരു സൈഡില് ഫുള്ള് ബൈക്ക്. ഒരു വണ്ടികളുടെ ടയറൊക്കെ ഉണ്ടല്ലോ, നല്ല വൃത്തിയാ. എന്താ പറയുക, ഇവിടെ ചെളിയില്ലല്ലോ. നമ്മുടെ 2 സൈഡ് ഫുള്ള് ചെളിയായിരിക്കും. ഒരച്ച് വൃത്തിയാക്കണം. എല്ലാ വണ്ടികളുടെ ചുരുക്കുള്ളൂ, ബാക്കി ഫുള്ള് ഇന്റർലോക്കാ. അതിന്റെ ചെളി ഉണ്ടാവില്ല. മോശം ഈ വണ്ടി നോക്കണ കസ്റ്റംസിന്റെ
എന്റെ പൊന്നെ, ഇത് കസ്റ്റംസിന്റെ വണ്ടിയാ ഇത്. മറ്റേ നമ്മുടെ നാട്ടിലെ വെൽഫെയർ ബിൽഡിംഗ്. ഇത് കസ്റ്റംസിന്റെ ബിൽഡിംഗ് ആട്ടോ ഇത്. കസ്റ്റംസിന്റെ വണ്ടി ഇതൊക്കെ. ആ ജിൻസേ ഇതുണ്ടോ? ആ ഓരോ ഐലൻഡിലോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. അതായത് നമ്മുടെ നാട്ടിലെ വലിയ ലോറിയിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന പോലെ ഇവിടെ വലിയ ബോട്ടിലാണ് കൊണ്ടുവന്നുണ്ടോ പച്ചക്കറി സാധനങ്ങൾ. വെള്ളം ക്യാൻ എല്ലാ ഐലൻഡാ. പക്ഷെ ഇപ്പൊ മാലേ സിറ്റിയിലേക്കാളും വില കൂടും അവിടെ. അതെ ഇത് കണ്ടോ, ഇതൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നെയാ. നമ്മള് ഐലൻഡിൽ പോകൂലേ, അപ്പൊ നമുക്ക് ഏകദേശം 24 മണിക്കൂർ യാത്രയുണ്ട്. വേറൊരു കാര്യം നിനക്കറിയോ, ഈ പകുതിയും സാധനം കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ആൾക്കാർ 10-25 പേർക്ക് മാത്രമേ പോകുന്നുള്ളൂ പറ്റുള്ളൂ. ബാക്കി ഫുള്ള് സാധനം കേട്ടോ. അതുകൊണ്ടല്ലേ നമ്മളിവിടെ പെട്ടു. വേറൊരു കാര്യം എന്താ അറിയോ, ഇവിടെ 200+ ദ്വീപുകളുണ്ട്. അപ്പൊ എല്ലാ ദ്വീപിലേക്കുള്ള സാധനങ്ങൾ ഈ മാലയിൽ നിന്നാണ് പോവാ. അതെ അതാണ് സംഭവം. അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ടാ മോശം പോണേ? നമ്മള് തെരണ്ടിക്ക് തീറ്റ കൊടുക്കാൻ ഇവിടെ ഞങ്ങൾ ഇന്നലെ കയറി ഞങ്ങള് തെരണ്ടിക്ക് തീറ്റ കൊടുക്കാൻ പോകട്ടോ. ഞങ്ങളല്ല, തെരണ്ടി വരുന്ന കാണാൻ വേണ്ടി. ഇവിടെ തെരണ്ടീനെ പിടിക്കൂല, അതാണ് വേറെ പ്രത്യേകത. ഈ സൈഡ് കണ്ടോ, ഫുള്ള് ഇങ്ങനത്തെ ചരക്ക് ബോട്ടുകളാണ് കേട്ടോ. എന്തോരം വണ്ടിയാന്ന് നോക്കി. ഇരുമ്പ് പൈപ്പ് മുതലായി എല്ലാവിധ സാധനങ്ങളും. ബോട്ടിൽ തന്നെ ജീവിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു അല്ലേ എടാ? ബോട്ടിൽ തന്നെ ജീവിക്കുന്നവരും ഉണ്ടെന്ന് തോന്നുന്നു. ആണല്ലേ? ഫാമിലി ആയിട്ട്. നല്ല ദൂരമല്ലേ ഓരോ ഐലൻഡുകളിലേക്ക്, അടുത്തടുത്തല്ലോ. ഇതുകൊണ്ടോ വേസ്റ്റ് കൊണ്ട് ഇടാൻ തുടങ്ങിയടാ. വേസ്റ്റ് അതെന്താ അങ്ങനെ ഇട്ട് കൊടുക്കുന്നേ? അത് മീനാണല്ലോ. അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഞാൻ വിചാരിച്ചു ഞാൻ മീൻ ഇട്ട് കൊടുക്കുകയാണോ. ഇവിടെ വരും. എവിടെ വരിക തെരണ്ടി? വന്നു. എന്റെ അമ്മ, ഇത് എന്തോരം തരണ്ടേത്. എന്നാ രസമാണ് വെള്ളം. എന്റെ പൊന്നെ, തെരണ്ടി കണ്ടോ? ഇതിവിടെ പിടിക്കൂലല്ലേ? വാലുമൊക്കെ മോസസേ. അതെ, അത് ഈ വാലും കൊണ്ടാ. കണ്ടോ കളറ്, പല പല കളറും. എന്തോരം എണ്ണാന്ന് നോക്കിയേ. ഇതേ മഴ ചാറ്റുന്നു. അതേതായാലും എൻ്റെ കുളുമാല്. എന്തോരാണ് മോശ. എന്താ സാധനം മോശേ? മീനടാ, ചെമ്പല്ലി തന്നെയാന്ന് തോന്നുന്നു. ചെമ്പല്ലിയാണോ? ഇത്ര മുഴുത്ത ചെമ്പല്ലി നമുക്ക് അവിടെ ഇല്ല അല്ലേ? മോശേ, നമുക്ക് പോകുമ്പോ കുറച്ച് പിടിച്ചോണ്ട് പോയാലോ? ഭംഗിയാ നോക്കില്ലേ. ഓരോന്നിനൊക്കെ മുഴുപ്പ് തന്നെയല്ലേ. ഒരു 45-50 കിലോ ഉണ്ടാവണം. ആണോ? ആ മുതുക കാണുമ്പോ ഒരു പന്നി പോകുന്നല്ലേ. അതിന്റെ കണ്ണ് കണ്ടോ നീ? ഇതില് രസം എന്താ അറിയോ, ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ആൾക്കാർ ഇങ്ങനെ നിൽക്കും അതിനെ കാണാൻ വേണ്ടിട്ട്. ഇങ്ങോട്ട് നോക്കുക, അവിടെയൊക്കെ നോക്കും. അങ്ങോട്ടൊക്കെ ഇത് തന്നെ സ്ഥിതി, കാണാൻ വേണ്ടിട്ട് ആൾക്കാർ തെരണ്ടീനെ. അപ്പൊ തീറ്റ ഇട്ട് കൊടുക്കുന്നത്, തീറ്റ കിട്ടുന്ന കറക്റ്റ് ടൈം അറിയാം. അല്ല അത് അവര് പറഞ്ഞല്ലോ, 5:30 ആകുമ്പോ ഞാൻ മീനിന്റെ വേസ്റ്റ് കൊണ്ടുവരും. അപ്പൊ ആ ടൈം ഇത് വന്നോണ്ട് ഇനിയും വരുന്നുണ്ടെന്ന് അല്ലേ. അത് അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ സാധനമുണ്ട്. വെള്ളം ഇവിടെ കാണാത്തോണ്ട് ഇങ്ങനെ തപ്പി ആ സൈഡിൽ കൂടെ ഒക്കെ പോവാ. ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം. നമുക്കൊന്ന് ചാടി നോക്കിയാലോ? എന്നാ തീർന്നു. പിന്നെ അസ്ഥി കൂടം കിട്ടും. ആ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ മേലെ ഒരു ചില്ലും കൂടെ ഉള്ള അസ്ഥി കൂടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഉണ്ട്. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് യെല്ലോ ട്യൂണ കേട്ടോ. ഡിമാൻഡ് കൂടിയ ട്യൂണയാണത്. ഒക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ ഫ്രീസറുകൾ വഴി എല്ലാം ഇട്ട് വെക്കും. മോസസ് എന്തിയാ? മോസസ് ഇവിടുന്ന് പോണില്ലല്ലോ. മോസസ് തെരണ്ടീനെ കണ്ട് ഇവിടെ ഇരുന്ന് പോയി കേട്ടോ. മോസേ, എന്താ സ്ഥിതി? അതല്ലേ, ഇതിങ്ങനെ പോകുന്ന കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതിൽ കൂടി ഒപ്പം ഒരെണ്ണം പോയടാ അങ്ങോട്ട്. വഴി അറിയാണ്ട് അപ്പുറത്ത് പെട്ടുപോയതാ. അപ്പതേ നമ്മുടെ വേസ്റ്റ് ആണെന്ന് തോന്നുന്നു കൊണ്ടുവരുന്നത് കേട്ടോ. അവിടെയാണ് ഇടുന്നത്. എൻ്റെ അമ്മേ, ആ ചേട്ടൻ ഇപ്പം അവിടെ പോക്കും. വേസ്റ്റ് വന്നു. ഇപ്പം നോക്കി, ഇപ്പോഴാണ് നമുക്ക് ഇതിങ്ങനെ ആർത്തി കാണാം കേട്ടോ. അതാ വേസ്റ്റ് ഇട്ടു. എല്ലാം എണ്ണം കൂടി വരുന്ന നോക്ക്. ഓ
നോക്ക് ഗൈസ്, ഇതാണ് സംഭവം, കാണേണ്ട സംഭവം ഇത് തന്നെ. നോക്കിയേ വരുന്നേ, അവിടെ പിടിവലി നടക്കും. അതൊക്കെ എന്തോരാണത്, എൻ്റെ അമ്മേ. വെള്ളത്തിന് ഇവിടെ ഒരു ഇളക്കം തന്നെ കൂടി കേട്ടാ. ഇനി ഇങ്ങനെ ഇതേപോലെ ഡ്രമ്മുകൾ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കും. ചോര, വെള്ളം മൊത്തം ചോരയായി. കൊള്ളാം, സംഗതി പൊളിച്ചു കേട്ടോ. താഴെ നിന്ന് എന്തോ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ഇങ്ങനൊരു കാഴ്ച നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടവരുണ്ടെങ്കിലും കാണാത്തവരുണ്ടെങ്കിലും ഇത് വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇത്ര ഇടമൊക്കെ എവിടെ നിന്ന് കാണാൻ അല്ലേ? ഓരോ ചൂതയുടെ തല നോക്കുക, അങ്ങനെ തിന്നാ. അങ്ങനെ ഇറക്കി വിടുക. ജിൻസേ, നമ്മുടെ നാട്ടില് ചോറൂണ്, ആനയൂട്ട് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ മീനൂട്ടാണ് കാണും. തെരണ്ടിയൂട്ട് തെരണ്ടിയൂട്ടാണിത്. ഇത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്, വല്ലാത്തൊരു തെരണ്ടിയൂട്ടായി പോയി. ഇപ്പൊ ഒരു വണ്ടി ഉണ്ട്, അതിനകത്തൊരു കാറൊക്കെ കയറ്റിയിട്ട് കപ്പല്. ചരക്ക് കപ്പലാട്ടോ, നമ്മുടെ നാട്ടിലെ ലോറി പോലെ, ഐലൻഡിന്റെ ലോറിയാണ്. എന്നാലും തെരണ്ടി വന്നതൊരു വാഹന സംഭവം തന്നെ കേട്ടോ. പിന്നെ ഇട്ടോണ്ടേ ഇരിക്കുന്നു അല്ലേ, അത്രയും കടകളുടെ വേസ്റ്റ് ഇല്ലേ, അത് മൊത്തം ഇവിടെ കൊണ്ടേ തട്ടുന്നല്ലേ. മീനുകൾക്ക് തീറ്റയാണ്, അത്രയും തെരണ്ടിയുണ്ട്, അതുങ്ങൾക്ക് മൊത്തം കഴിക്കാം. ഇവിടെ അടിപിടി കൂടുന്നുണ്ട് എല്ലാവരും. പ്ലാസ്റ്റിക്കും കൊണ്ടുവിടുന്നുണ്ട്, അത് വളരെ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവിടാം അല്ലേ, അത് വളരെ മോശം. സിൻഡോ ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊരു ബീച്ചായിരുന്നു അല്ലേ? ബീച്ചല്ല ബ്രോ, അതായത് കടലാർന്ന്. കടലിൽ പക്ഷെ കഴിഞ്ഞ ആഴ്ച അതിന്റെ സൈഡിൽ നടന്നു പോയാ, ഈ ആഴ്ച നികത്തി ഇങ്ങോട്ട് എടുത്തോണ്ടിരിക്കും അല്ലേ. ഇത് കണ്ടോ, ഇതേപോലെ റിട്ടേൺ വാൾ അടിച്ച് മണ്ണിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ കുറച്ചങ്ങോട്ട് എടുക്കും. ആവശ്യത്തിനുള്ള അങ്ങ് എടുക്കുക, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാല് കുറച്ച് സമയം മതി ഇവർക്ക് ഒരു കടലൊക്കെ നേരത്തില്ല. ആണോ? ഇവർക്ക് തോന്നാണെങ്കിൽ പെട്ടെന്ന് നേരത്തെടുക്കും. കുറച്ച് സ്ഥലം കുറവാന്ന് തോന്നി അപ്പൊ തന്നെ നികത്തും, വേറെ ഒന്നും നോക്കാനില്ല. അതേപോലെ നമ്മുടെ അടുത്ത് കുറെ നാളൊന്നും വേണ്ട, ഒരാഴ്ച 2 ആഴ്ച കൊണ്ടൊക്കെ വേണമെങ്കിൽ ഒരു ദ്വീപ് ഉണ്ടാകും. അതായത് ഇതിലെ രസം എന്താ അറിയോ, ഇവിടെ ഈ കടലിന് ശരിക്കും പേടിയാണ് ഈ മാലിയിലുള്ളവരെ അല്ലേ. മലീസുകാരെ പേടിയാണ്. നോക്കി നിൽക്കുമ്പോൾ അവര് നികത്തി അങ്ങ് വിട്ടേക്കും, ഒന്നും നോക്കൂല. അതുകൊണ്ട് പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പെണ്ണെന്താ പറയുന്നേ? എന്തോ ബോട്ട് കണ്ടോ? സൂപ്പർ ബോട്ടല്ലേ, സൂപ്പർ ബോട്ട് കേട്ടോ. അങ്ങനെ മാർക്കറ്റിലെ വേസ്റ്റ് എല്ലാം കൊണ്ടേ കളഞ്ഞ് അത്യാവശ്യം നല്ല വൃത്തിയാക്കി കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇപ്പൊ നമ്മുടെ തെരണ്ടിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. എന്തോരം തീറ്റയെന്ന് നോക്കിയേ, അതെല്ലാം എടുത്ത് കൊണ്ടുപോവാണ് കേട്ടോ. എന്തായാലും സംഭവം പൊളിയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും തെരണ്ടീനെ ഇത്ര അടുത്ത് കാണുന്നത്. ഓരോ വണ്ടികൾ നോക്കി, ഇതൊക്കെ കുഞ്ഞു വണ്ടിയാണ്, ഹൈറ്റ് പോലും ഇല്ല കേട്ടോ. പക്ഷേ ലോറിയാണ് താൻ. അങ്ങനെ ഇന്നത്തെ മൊത്തം കറക്കം കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ഞങ്ങളുടെ രണ്ടുപേരെയും കളർ നോക്കി, വന്നപ്പോ എങ്ങനെ ഇരുന്നു, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അല്ലേ. അതെ, അപ്പൊ നമ്മള് ഇന്നത്തോടെ നമ്മുടെ മാല സിറ്റിയിലെ പരിപാടികൾ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇല്ല, എത്തുന്നില്ലല്ലോ. നമ്മൾ പോയിട്ട് പിന്നെ മാല സിറ്റിയിലോട്ട് വരുമല്ലോ, 3 ദിവസം പിന്നെ ഇവിടെ ഉണ്ടല്ലോ. ആണ്. അപ്പൊ ഞങ്ങൾ നാളെ ഞങ്ങള് ഒരു ഐലൻഡിലോട്ട് പോകും. 24 മണിക്കൂർ യാത്രയുള്ള ഒരു ഐലൻഡ്. അത് നമ്മള് ബോട്ടിലാണ് പോകുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നാളെ പറയുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ തെരണ്ടിയൂട്ടും അല്ലേ, മീനൂട്ട്, ആനയൂട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തെരണ്ടിയൂട്ടൊക്കെ അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.